നിങ്ങളൊക്കെ കേരളത്തിലെ കാരണവന്മാരായ മൂല്യന്മാരുടെ ചരിത്രം കുറച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചരിത്രം കുറച്ചാണ് പറഞ്ഞു തരപ്പോ. ഇപ്പൊ ഞാൻ അതിൻ്റെ എല്ലാം തിരക്കിൽ വന്നതാ. അപ്പൊ ഖുതുബ പരിഭാഷന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ബഷീർക്ക് അവിടെ ഹദീസ് ഇട്ടെന്ന്. ആ ഹദീസ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് എത്ര മൂല്യന്മാരുടെ ഇവിടെ ഈ നാട്ടുകൂടിയൊക്കെ ഒരു മൂല്യർക്കാണ് വിട്ടുകൊടുത്താണ് മൂല്യരുടെ അർത്ഥം വേണമെന്ന് പറഞ്ഞു തരുന്ന പറഞ്ഞാൽ വിഷയം തീരുമായിരുന്നു. പക്ഷെ നിങ്ങൾ അതിനൊന്നും മെനക്കെടുന്നില്ല. അതാണ് എനിക്ക് വേറൊരു അവ്യക്തത തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ കേരളത്തില് ഈ ഖുതുബ പരിഭാഷ തുടങ്ങുമ്പോൾ ഈ കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളി ഏതാ? ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാൻ പള്ളിയല്ലേ? ഈ ചേരമാൻ പള്ളിയിൽ അറബിയിൽ ഖുതുബ എന്നാ തുടങ്ങിയത് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ നാട്ടുകാർക്കും അറിയാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ മലയാളത്തിൽ അവിടെ എന്നാ ഖുതുബ തുടങ്ങിയത് എന്ന് ലോകത്ത് ആർക്കും അറിയില്ല. അതായത് അത് പുരാതന കാലം മുതൽ തന്നെ മലയാളത്തിലാണ് ഖുതുബ വരുന്നത്. അവിടെ ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം പള്ളിയിൽ ഖുതുബ മലയാളത്തിലാണ് നടക്കുന്നത്. എന്നാണ് മലയാളം തുടങ്ങിയെന്ന് ആളുകൾക്ക് അറിയില്ല. മലയാളികൾ എന്നാണോ ഇസ്ലാമിലേക്ക് വന്നത്, പള്ളി ഏറ്റിയത്, അന്ന് മുതൽ എന്നർത്ഥം. മനസ്സിലായില്ലേ? ഒന്നത്. പിന്നെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നല്ലോ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ഖുതുബ പരിഭാഷ ഹറാമുമാണ്, അങ്ങനെ ഖുതുബ നടത്തിയാൽ നമസ്കാരം ബാത്തിലുമാണ് എങ്കിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ വലിയൊരു ബാക്കിയാത്ത് സലാത്ത് നിന്ന് പഠനം പൂർത്തിയാക്കി വന്നിട്ട് എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്തത്? അന്വേഷിച്ച് നോക്കൂ. അദ്ദേഹം കാസർഗോഡ് ആലിയയിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. അവിടെ അദ്ദേഹം വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിൽ ഇ കെ അബൂബക്കർ സമസ്തന്റെ ജനറൽ സെക്രട്ടറി, പതിറ്റാണ്ടുകളോളം ജനറൽ സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാർ മലയാളത്തിലാണ് ഖുതുബ ചെയ്യുന്നത്. പച്ചയായ യാഥാർത്ഥ്യമല്ലേ? അതേപോലെ തന്നെ കേരളത്തിലെ 10,000-കണക്കായ പണ്ഡിതന്മാരുടെ ഗുരുനാഥനായ മഞ്ചേരി അബ്ദുറഹ്മാൻ മഞ്ചേരി ടൗൺ പള്ളിയിൽ അദ്ദേഹം മുദരിസായിരുന്നു വർഷങ്ങളോളം. അദ്ദേഹം അവിടെ മലയാളത്തിലാണ് ഖുതുബ നടത്തിയത്. 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ ജുമാ കൂടി. നിറച്ച് മൂല്യമാറ്റിയുള്ള പള്ളിയിൽ മലയാളത്തിലാണ് ഖുതുബ നടക്കുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പാണ്ടിക്കാട് പള്ളിയിൽ, ടൗൺ പള്ളി നോക്കൂ, സുന്നിപ്പള്ളിയാണ് അവിടെ. നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥനുണ്ട്, മൗലൂദുണ്ട്, റാത്തീബുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ആ പള്ളിയിൽ ജുമാ ഖുതുബ മലയാളത്തിലാണ് നിർവഹിക്കുന്നത്. ആരാണത് നടത്തിയിരുന്നത്? സമസ്തന്റെ മുഷാവറാംഗവും പൊട്ടച്ചർ അൻവരിയ കോളേജിന്റെ പ്രിൻസിപ്പളുമായ കാപ്പുൽ ഉമർ മുസ്ലിയാരുടെ ഇളയച്ചനാണ് ഇല്ലിക്കൽ അബൂബക്കർ. ശരിയല്ലേ? അവര് രണ്ടാളും കാന്തപുരത്തിനോട് വാദപ്രയോഗം നടത്താൻ പോയ ആൾക്കാരായ ഈ വിഷയത്തിൽ. അപ്പൊ ഇല്ലിക്കൽ അബൂബക്കർ മുസ്ലിയാർ സുന്നിന്റെ മൂല്യാരാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയായ കുഞ്ഞാണി മുസ്ലിയാരാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. മനസ്സിലായില്ലേ? കുഞ്ഞാണി മുസ്ലിയാരും അദ്ദേഹത്തിന് ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് ഖുതുബ പരിഭാഷയുടെ വിഷയത്തിൽ വിവാദം വന്നപ്പോ. ഇനി മാത്രമല്ല, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ സഹോദരി ഭർത്താവ് കാട്ടുമുണ്ട കുഞ്ഞമ്മദ് മുസ്ലിയാർ ഖുതുബ പരിഭാഷപ്പെടുത്തിയിരുന്ന ആളാണ്. അതിനുവേണ്ടി വാദപ്രതിവാദം നടത്താൻ വേണ്ടി പോയ ആളാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി മാത്രമല്ല, സമസ്തയുടെ ഉന്നതനായ നേതാവ് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാണിയമ്പലം പള്ളിയിൽ ഖുതുബ മലയാളത്തിലല്ലേ നിർവഹിച്ചിരുന്നത്? എ പി ഗ്രൂപ്പിന്റെ അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരായിരുന്നു? അബ്ദുൽ ഹമീദ് ജുനൈദി അല്ലേ? അദ്ദേഹം ബാംഗ്ലൂരിലെ അദ്ദേഹത്തിന്റെ പള്ളിയിൽ സേട്ടു മസ്ജിദിൽ അദ്ദേഹം ഖുതുബ ഉറുദുവിലാണ് നിർവഹിക്കുക. 1 മണിക്കൂർ നേരം. മനസ്സിലായില്ലേ? കാന്തപുരം ജനറൽ സെക്രട്ടറി, ഇയാള് സ്റ്റേറ്റ് അഖിലേന്ത്യാ പ്രസിഡന്റുമാണ്. ഉറുദുവിലാണ് നിർവഹിക്കുക. ഏറുവാടി പോകുമ്പോൾ കണ്ടിട്ടില്ലേ? ഏറുവാടിയിൽ നിങ്ങളൊക്കെ പോകാറുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അവിടെ വ്യാഴാഴ്ച എന്ത് ചെയ്യുന്നവരോ ഇങ്ങോട്ട് പോരും. കീഴക്കര എന്താണ്? സദഖത്തുള്ളാഹിൽ കാഹിരിന്റെ ജാറുണ്ട്. അപ്പൊ ആ കീഴക്കര പള്ളി ഈ കരിങ്കല്ലോടുള്ള പള്ളിയാ, മേക്കൂരൊക്കെ. ആ പള്ളിയിലെ ഖുതുബക്ക് ജുമാക്ക് എ പിക്കാരനും ഈക്കാരും എല്ലാവരും കൂടും. അവിടെ മിമ്പർമക്ക് ഈ ഖത്തീബാണ് കയറിയാൽ ഒരൊലക്ക പോലത്തെ ഒരു ദണ്ടും കൈ പിടിച്ചിട്ടാ കയറുക. എന്നിട്ട് മൂപ്പര് ഏകദേശം 1 മണിക്കൂർ നേരം തമിഴിൽ സുന്ദരമായി ഖുതുബയാണ് പറയും. ഒരു എ പിക്കാരനൊന്നും നിസ്കാരം മടക്കി നിസ്കരിക്കില്ല. ആ നിസ്കാരം കഴിഞ്ഞാൽ ഖുതുബാണ് കഴിഞ്ഞാൽ നേരെ സദഖത്തുള്ളാഹിൽക്കാരന്റെ ജാറത്ത് കണ്ട് ഇറങ്ങിയിട്ട് സിയാറത്താണ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇവർക്ക് അൽഫാത്തിയ എന്നാണ് പറയും. അപ്പോ തമിഴ്നാട്ടിൽ ആണ് കയറി കഴിഞ്ഞാൽ അവിടെ ഖുതുബ തമിഴിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഈ സുന്നത്തേമാറ്റും നിങ്ങളൊക്കെ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നതും വാളയാർ ചുരത്തിന്റെ അപ്പുറത്തേക്ക് ഒരു സുന്നത്തേമാറ്റും ഇപ്പുറത്തേക്ക് ഒരു സുന്നത്തേമാറ്റും അങ്ങക്കൊക്കെ ഉള്ളത് ഇനി നിങ്ങൾ കേട്ടോളൂ. മമ്പാട് കാന്തപുരം വന്നിട്ട്, കാന്തപുരം എന്തായാലും എനിക്ക് അയാളോട് താല്പര്യമാണ്. അയാൾ പറഞ്ഞോടത്ത് നിൽക്കും. നായ്ക്കുട്ടി അയാൾ വെണ്ണൂറിൽ കിടക്കണം എന്ന് പറയുന്നത് പോലെ നായ്ക്കുട്ടി അയാൾ വെണ്ണൂറ്റി കിടക്കും എന്നതുപോലെ കാന്തപുരം കിടക്കേണ്ട അടുത്ത് കിടക്കും, നിൽക്കേണ്ട അടുത്ത് നിൽക്കും. അയാൾ പറഞ്ഞത് പറയും. അയാൾ എന്ത് ചെയ്തു എന്നറിയോ? ഖുതുബ പരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞ് മമ്പാട് വാദപ്രയോഗത്തിന് വെല്ലുവിളിച്ച് മമ്പാട് വന്നത്. എന്നിട്ട് അയാള് വാദപ്രയോഗത്തിന് അയാളെ നേരിടാൻ വന്നതായിരുന്നു എന്നറിയോ? ഖുതുബ പരിഭാഷപ്പെടുത്തണം എന്ന് പറയാൻ വേണ്ടി വന്നത് റഹ്മത്തുള്ള കാസിമിന്റെ ഉസ്താദ് കാപ്പിലും മുറൂലിയാർ കേട്ടോ. പൊട്ടച്ചർ അൻവരിയ കോളേജിന്റെ പ്രിൻസിപ്പലും സമസ്തന്റെ മുഷാവർ അംഗവുമായിരുന്ന കാപ്പിൽ ഉമർ മുസ്ലിയാർ. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇ കെ സമസ്തന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയായ പി കുഞ്ഞാണി മുസ്ലിയാർ.
പിന്നെ കാപ്പിലെ മുറിയിലേറെ ഇളയച്ചൻ ഇല്ലിക്കല ബൂക്കർ മുസ്ലിയാർ, പിന്നെ നമ്മൾ അമ്പലക്കടവ് ഹമീദ് ഫൈസിയുടെ സഹോദരി ഭർത്താവ് കാട്ടുമുണ്ട കുഞ്ഞമ്മദ് മുസ്ലിയാർ, പിന്നെ ടി.സി. മുഹമ്മദ് മുസ്ലിയാർ. മമ്പാട് വാദപ്രയോഗം നടത്താൻ കാന്തപുരത്തിനേറ്റ് വാദപ്രയോഗം നടത്തുമ്പോൾ അവിടുത്തെ മഹല്ലുകാരനവരുടെ വീട്ടിൽ വെച്ചിട്ടാ ചർച്ച നടക്കുന്നത്. അങ്ങനെ കാന്തപുരത്തിനെ കൊണ്ട് എന്ത് ചെയ്തല്ലോ, ഇപ്പൊ ഞാൻ ഈ അൻവറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ ഇല്ലിക്കലാം കുറുലിയൊരു കിതാബിന്റെ ഈ ഭാരത്തിന്റെ അർത്ഥം പറയിപ്പിച്ചു, പദാനുപത അർത്ഥം പറയിപ്പിച്ചു, തെർക്കിമ ഒപ്പിച്ചു. കാന്തപുരം കുടുങ്ങി, ഇടങ്ങേറിന്റെ കൊടിമരം കയറി, ആകെ നാശായി. അപ്പൊ അവിടുത്തെ കൂടിയ ആളുകൾക്ക് ബോധ്യമായി കുത്തുബാരി ഭാഷ ഹറാമാണെന്ന് പറയുന്നത് നുണയാണ്. അതിൽ ഈ മഹല്ലുകാരനവർ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഈ ചക്കവട മുറിഞ്ഞിട്ടുണ്ട്, ഇനി കൂത്തുബാരി ഭാഷ ഹറാമാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഈ ബൈക്ക് വന്ന പോലെ കാലി ഞാൻ വെട്ടി മുറിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് പിരിഞ്ഞത് അവിടുന്ന്. ഇങ്ങനെയുള്ള സത്യം കേരളത്തിനുണ്ട്. അപ്പൊ സത്യത്തിന്റെ കൂടെ അല്ലേ നിങ്ങൾ നിൽക്കുന്നത്? അപ്പൊ ഈ ഒരു സത്യത്തെ മറക്കണ്ടെന്നാ പറയുന്നത്, മനസ്സിലായില്ലേ? പിന്നെ അതിന് എവിടുന്നാണ് കാപ്പിലെ മുറിയിലേക്ക് പൊതുപരിഭാഷപ്പെടുത്താൻ എവിടുന്നാ തെളിവിറ്റ്? സമത്തിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞാണി വലിയാർക്ക് പൊതുപരിഭാഷപ്പെടുത്താൻ പറ്റുന്നുള്ളതിന് എവിടുന്നാ തെളിവിട്ടിയത്? കാട്ടുമുണ്ട കുഞ്ഞമ്മദ് മുസ്ലിയാർക്ക് പൊതുപരിഭാഷപ്പെടുത്താൻ പറ്റുമെന്നുള്ളതിന് എവിടുന്നാ ഹദീസ് കിട്ടിയത്? അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ജുനൈദിക്ക് പൊതുപരിഭാഷപ്പെടുത്താൻ പറ്റുന്നതിന് എവിടുന്നാ ഹദീസ് കിട്ടിയത്? ഈ കേബുക്കുറിലേക്ക് എവിടുന്ന ഹദീസ് കിട്ടിയത്? മഞ്ചേരി അദ്രാമൂലിയാർക്ക് എവിടുന്ന ഹദീസ് കിട്ടിയത്? അതേപോലെ വാണിബൽ അദ്രാമൂലിയാർക്ക് എവിടുന്ന ഹദീസ് കിട്ടിയതൊക്കെ പരിഭാഷപ്പെടുത്താൻ പറ്റുന്നതിന് കിട്ടിയത്? ഇനിയിപ്പോ നല്ല സുന്നി നല്ല മൂത്ത ആൾക്കാരാണ് ഈ മരിച്ച മഹാന്മാരോട് വിളിച്ചു ചോദിച്ചാൽ അവരെന്തിനും ഉത്തരം ചെയ്യും. വായ കൂടും മുമ്പ് ഉത്തരം ചെയ്യുന്നല്ലേ. എല്ലാവരും ചോദിച്ചോളും എവിടെ നിങ്ങൾക്കൊക്കെ ഇത് കിട്ടിയത്, മനസ്സിലല്ലേ? ഈ പോലൊക്കെ മരിച്ചു പോയ ആൾക്കാരാ, ആ ചരിത്രം കൃത്യമായിട്ട് അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോടും പറയാണ്, എന്ത് ചെയ്യാം, മരിച്ചുപോയ മഹാന്മാരോട് എന്ത് ചോദിച്ചാലും ഒരു ഉത്തരം ചെയ്യാലോ. ഈ ഉമർ ഫൈസി പറയുന്നൊക്കെ സത്യമാണോ എന്നും കൂടി അവരോടൊന്നാണ് വിളിച്ചു ചോദിച്ചു നോക്കല്. അപ്പൊ അതിന്റെ സ്റ്റോറിയും പറഞ്ഞു തരും, മനസ്സിലായില്ലേ? ഇനി ഞാൻ വേറെ കഥയും കൂടി പറയാം. വാണിയമ്പലത്തെ കഥ എന്താ അറിയോ നിങ്ങള്? വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാര് അവിടെ ഖുത്ബ ഏൽക്കണം എങ്ങനെയാ നിങ്ങള്? സമസ്ത മീഞ്ചന്ത പ്രമേയം പാസ്സാക്കി, ഖുത്ബ ഒരു ഭാഷ ഇനി പാടില്ല എന്ന് പ്രമേയം പാസ്സാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഇബാദത്ത് നടത്തണം എന്നുണ്ടെങ്കിൽ പ്രമേയം പാസ്സാക്കണം. നബിന്റെ കാലം മുതലുള്ള ഇങ്ങനെ പോരല്ലേ, പിന്നെ ഇവിടുത്തെ ഇത് പ്രമേയം പാസ്സാക്കേണ്ട കാര്യം? സമസ്തന്റെ ആലിമീങ്ങൾ ചെയ്യുന്ന പരിപാടി വേണ്ടാന്ന് വെക്കണം എന്നാണ് പറയാണ്. അപ്പൊ അതുവരെ ഓല് ചെയ്തിരുന്നത് എവിടുന്ന് വിടുന്നിട്ട് അവരെ ചെയ്തത്? അപ്പൊ ഏതോട്ടെ, അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയപ്പോ വാണിയമ്പലം പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇനി ഖുത്ബ പരിഭാഷപ്പെടുത്തൂല, സമസ്ത മീഞ്ചാന്ത പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ഖുത്ബ പരിഭാഷപ്പെടുത്തേണ്ടത്. വാണിയമ്പലം സുന്നിപ്പള്ളിയിലെ ഖുത്ബ പരിഭാഷ നടക്കുകയാണ്. അപ്പൊ ഇവര് പ്രമേയം പാസ്സാക്കി. അപ്പൊ എന്ത് ചെയ്യേണ്ടി വന്നു? മൂല്യര് ഇനി പറ്റൂല എന്ന് പറഞ്ഞ് നിർത്തി. അപ്പൊ പള്ളി കമ്മിറ്റിക്കാർ ഓലെ സംബന്ധിച്ചിടത്തോളം ഈ മൂല്യന്മാരെ വേളൊന്നും ഓല് ആലോചിക്കൂലല്ലോ. ഓല് പറഞ്ഞു, ഇത്രയും നാളെ നമ്മൾ കുത്തുപരിഭാഷപ്പെടുത്തി പോന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇത് ഹറാമായി മാറിയത്? നടക്കൂല. അങ്ങനെ ആ മൂല്യരോട് നിങ്ങൾ കുത്തുപരിഭാഷപ്പെടുത്തലേ പോയിക്കോളും, ഞങ്ങൾ വേറെ ആളെ പോയിക്കോളാറ്. അങ്ങനെ പള്ളി കമ്മിറ്റി ആളെ തരുമ്പോൾ ആ വാണിമ്പൽ അതേ മൂല്യർ പറഞ്ഞു, ഞാൻ വരാറ്, ഞാൻ മീൻചന്തയിലോ ഇറച്ചിച്ചന്തയിലോ അവിടെ ഒന്നും ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഈ വേർഡ് തന്നെ അതേ മൂല്യർ പറഞ്ഞു, ഞാൻ മീൻചന്തയിലും ഇറച്ചിച്ചന്തയിലും ഒപ്പിട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഖുത്ബേറ്റു അവിടെ ജുമാക്ക് മലയാളത്തിൽ ഖുത്ബ പറയും. അങ്ങനെ വാണിയമ്പലം അത്ര മൂല്യർ കുറെ നാൾ കഴിഞ്ഞ് നല്ല പ്രാസംഗികനാ. മൂപ്പർ എന്ത് ചെയ്തു? സമസ്ത മുഷാവറയ്ക്ക് എടുത്ത് അങ്ങനെ സമസ്തന്റെ കാര്യപ്പെട്ട ആളായി മാറി. അപ്പൊ പിന്നെ മൂപ്പര് സമസ്തന്റെ വലിയ നേതാവല്ലേ. അപ്പൊ പിന്നെ ഇനി ഖുത്ബ പരിഭാഷപ്പെടുത്തിയാതെ അത് ബുദ്ധിമുട്ടാവൂലേ? അപ്പൊ എന്ത് ചെയ്തു? മൂപ്പര് പതുക്കെ യുക്തിപൂർവ്വം പറഞ്ഞു, ഞാൻ ഇനി ചിലപ്പോൾ ഖുത്ബ പരിഭാഷപ്പെടുത്തും, ചിലപ്പോൾ ഖുത്ബ പരിഭാഷപ്പെടുത്തൂല, അതൊക്കെ എന്റെ സൗകര്യമാണ് കേട്ടോ എന്ന് പറഞ്ഞു മൂപ്പര് ഈ വിഷയം അവസാനിപ്പിച്ച്. എന്നിട്ട് മൂപ്പര് എന്ത് ചെയ്യുന്നവരോ, ചില സമയത്ത് മൂപ്പര് ഇത് പരിഭാഷപ്പെടുത്തും, ചില സമയത്ത് മൂപ്പര് പരിഭാഷപ്പെടുത്തൂല. അങ്ങനെ മൂപ്പര് വ്യത്യസ്തമായ ശൈലി ഇങ്ങനെ സ്വീകരിച്ചപ്പോ ലാസ്റ്റ് പിന്നെ അവിടെ ഉള്ള പാവപ്പെട്ട കുറെ ആൾക്കാരുണ്ട്, നിഷ്പക്ഷമതികളായ ആളുകൾ. അവര് മൂപ്പരത്തി എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാ വെള്ളിയാഴ്ച ജുമാക്ക് ഞങ്ങൾ വരുമ്പോ ഈ ഖുർആനിലെ ചെറിയ ചെറിയ സൂറത്തുകൾ ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരിക ഞങ്ങൾക്ക്. ഇതുവരെ ഞങ്ങൾ മലയാളത്തിൽ കുത്തു പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സംഗതികൾ കുറെ ദീനീയ ബോധം കിട്ടുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഞങ്ങൾക്ക് ചെറിയ ചെറിയ സൂറത്തുകളുടെ ഒക്കെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുന്നു പറഞ്ഞു. അപ്പൊ മൂപ്പര് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. പിറ്റേത്തെ വെള്ളിയാഴ്ച മൂപ്പര് എന്താ കാണിച്ചു വരും, ഇവിടെ ചില ആളുകൾക്ക് ചില അസുഖം വന്നിട്ടുണ്ട്, അവരുടെ ഉള്ളിൽ കുറച്ച് വഹാബിസം കയറിയിട്ടുണ്ട്, അവര് പിന്നോട് ഖുർആനിന്റെ സൂറത്തുകളുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് എന്നൊക്കെ പറഞ്ഞു മൂപ്പരങ്ങട്ട് കൈകാര്യം ചെയ്ത് ഈ സാധുക്കളെ. അപ്പൊ സമസ്ത ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാമാണെന്ന് പറഞ്ഞ സമയമാണ് ഏകദേശം. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ ജുമാക്ക് ഇയാളാണ്ട് ഒല്ലിണ്ടി. അപ്പൊ ഈ സാധുക്കളായ ആളുകൾ അന്ന് ചേകനൂര് ഉള്ള കാല ഇവരെന്ത് ചെയ്തു? ചേകനൂരിന്റെ അടുത്ത് പോയി. ചേകനൂരിനോട് പറഞ്ഞു, ഞങ്ങളെ മൂല്യര് പിന്നെ ഖുത്ബ ഏൽക്കുന്ന സമയത്ത് ഖുത്ബ പരിഭാഷപ്പെടുത്തിക്കോളാന്ന് പറഞ്ഞു. ഇപ്പൊ അയാളത് നിർത്തിയിരിക്കണം. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂപ്പരതൊന്നും കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ അയാൾക്ക് ഒരു മറുപടി പറയണം, ഖുത്ബ പരിഭാഷപ്പെടുത്താൻ പറ്റുമോ പറ്റൂല എന്നുള്ളതിന്റെ തെളിവൊന്ന് പറഞ്ഞു കൊടുക്കണം അയാൾക്ക്. അപ്പൊ ചേകനൂര് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേകനൂര് വന്നിട്ട് മൂപ്പര ആദ്യം തന്നെ പ്രസംഗിച്ചെന്തായാലും, ഈ അബ്ദുറഹ്മാൻ മൂലിയാർക്ക് കൊല്ലത്തില് 100 പറ നെല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ, അന്നൊക്കെ നെല്ലാണല്ലോ കൊടുക്കുക, കൊല്ലത്തിൽ ഇത്ര പറ നെല്ല് അല്ലെങ്കിൽ ഇത്ര അരി, അങ്ങനത്തെ കാലഘട്ടമാണ്. അപ്പൊ അബ്ദുറഹ്മാൻ മൂലിയാർക്ക് 100 പറ നെല്ല് കൊല്ലത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ഈ ഖുത്ബ പരിഭാഷപ്പെടുത്താം എന്നായിരുന്നു അദ്ദേഹം കമ്മിറ്റിക്കാരോട് ഏറ്റിരുന്നത്. അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് ഒഴിവായതുകൊണ്ട്
ഈ 100 പറയിൽ നിന്ന് സ്വല്പം ഒരു 10-15 പറ നെല്ല് കുറക്കണം. കാരണം കുതുവ പരിഭാഷ മുമ്പ് നിർത്തിയിട്ടുണ്ട് എന്നർത്ഥം ഇയാൾ അങ്ങോട്ട് പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചപ്പോ ഇത് കേട്ടപ്പോ അദ്രമൂല്യർ എന്ത് പറഞ്ഞു, അവിടുത്തെ തണ്ടാറ അഹമ്മദാജിയാണ് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര്, അതായത് ഇപ്പോ വാണിമ്പൽ താമസക്കുട്ടി, അതേപോലെ കാസിം എന്നൊക്കെ പേരുള്ള ആളുകളുണ്ട് തണ്ടാറക്കാര്, അവരുടെ വാപ്പ എന്ന അവിടുത്തെ കാരണവരെ. അപ്പൊ ഇയാളോട് പിന്നെ അദ്രമൂല്യർ പറഞ്ഞു ചേകനൂരിന് മറുപടി വെക്കണം, ഓം വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ തണ്ടാറ ഹാജിര് പറഞ്ഞു ഓം പിരാന്തനോ എന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെ മൂല്യരെ, നമ്മളെ വിശ്വാക്കണ്ട. അപ്പൊ മൂല്യർ പറഞ്ഞു, അത്ര മൂല്യർ പറഞ്ഞു അല്ല പറ്റൂല, നിർബന്ധമായിട്ട് മറുപടി വെക്കണ്ടാണ്. അങ്ങനെ മറുപടി വെച്ച് സ്റ്റേജ് മേല് ഈ പറഞ്ഞ ആജിയര് കൂടെ ഉണ്ട്, തണ്ടാറ ആജിയര്, തണ്ടുപാറ ഫേവറേറ്റ് ടി ക്യാമ്പസിന്റെ ഒക്കെ കുടുംബക്കാരവര്. അപ്പൊ ഇയാളും സ്റ്റേജ് മേലുണ്ട്. അദ്രമൂല്യർ പ്രസംഗം തുടങ്ങിയിട്ട് അദ്രമൂല്യർ പറയുന്നത് എന്തായാലും ഈ ചേകനൂരിന് എന്ത് കാര്യത്തിനും 2 സാക്ഷി വേണം. എന്നാൽ ഞാൻ ഈ മഹല് കമ്മിറ്റിക്കാരോട് ഹുതുബ ഏൽക്കുന്ന സമയത്ത് ഹുതുബ പരിഭാഷപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ അവരോട് കരാർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോ ചേകനൂർ പറഞ്ഞത്. അങ്ങനെ ഞാൻ കരാർ ചെയ്തതിന് ചേകനൂരിന് എല്ലാത്തിനും ചേകനൂരിന് 2 സാക്ഷി വേണമെന്നാണല്ലോ പറയാറുള്ളത്. ഹദീസ് സ്വീകരിക്കാൻ 2 സാക്ഷി വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരോട് ഇങ്ങനെ കരാർ ചെയ്തു എന്നുള്ളതിന് ചേകനൂരിന്റെ അടുത്ത് 2 സാക്ഷി പോയിട്ട് 1 സാക്ഷി പോയിട്ട് 1/2 സാക്ഷി കൊണ്ടാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് വെല്ലുവിളിച്ച്. ഈ വെല്ലുവിളിയിൽ കേട്ടോടെ തണ്ടാറ അജിയർ എന്ത് ചെയ്തോരോ, കാസിം കാരിട്ട് വാപ്പെന്ന് പറഞ്ഞോരോ, ഒറ്റ ഇറക്കാ സ്റ്റേജിൽ നിന്ന്. ഈ മൂല്യര് നുണയാണല്ലോ പഠിച്ചോനെ ഈ പറഞ്ഞു. കാരണം ഈ ആചാര്യോടാണ് കരാർ ചെയ്തിട്ടുള്ളത്, ഈ ആചാര്യോട് തണ്ടാർ അഹമ്മദാജിനോടാണ് കരാർ ചെയ്തിട്ടുള്ളത് ഞാൻ പുതുപരിഭാഷപ്പെടുത്തിക്കോളാം. ഈ മനുഷ്യനെ സ്റ്റേജിൽ എത്തിയിട്ടാ പറയുന്നത് ഞാൻ പുതുപരിഭാഷപ്പെടുത്താമെന്ന് ഞാൻ കമ്മിറ്റിക്കാരോട് കരാർ ചെയ്തിട്ടില്ല, അതിന് 2 സാക്ഷിയില്ല 1 സാക്ഷിയില്ല 1/2 സാക്ഷിയില്ല എന്ന് പറഞ്ഞ് പച്ച നോണ സ്റ്റേജിനെ വിളിച്ചു പറഞ്ഞപ്പോ ഈ തണ്ടാർ അഹമ്മദാജി എന്ത് ചെയ്തോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാണ് പോയിട്ട് മുപ്പർ എന്താ കാണിച്ചാലോ പിന്നെ പുതുപരിഭാഷപ്പെടുത്താൻ പറ്റുമല്ലേ എന്നുള്ളതാണ് ആലോചിച്ചും പേര്. എന്നിട്ട് കൊടയത്തൂർ അബ്ദുൽ അസീസ് മുസ്ലിയാരി ഉണ്ടാകുന്ന നല്ല കിതാബ് ചെയ്യുന്ന നല്ല സുന്നിയിലുള്ള ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, അയാളെ കൊടുത്തിട്ട് 7 ദിവസം പുതുപരിഭാഷപ്പെടുത്താൻ പറ്റുന്നുള്ള വയലാർ പറയിപ്പിച്ച് ഇതിലല്ലേ. അതിനുശേഷം വാണിയമ്പലത്ത് മുജാഹിദ് പള്ളി സലഫി പള്ളി വരുന്നത്. ഈ ജാതി സത്യങ്ങളൊക്കെ മൻസൂറെ ഓർമ്മയിൽ ഉണ്ടാകുന്നത് നല്ലതാണ്, സത്യത്തിന്റെ പിന്നാലെയാണ് പോകുന്നത് എങ്കിൽ കേട്ടാ. ഇതിലിപ്പോ ഞാൻ പുതുപരിഭാഷന്റെ തെളിവൊന്നും പറഞ്ഞില്ല. പുതുപരിഭാഷക്ക് ഖുറാനിലെ ആയത്തും റസൂലുള്ളാഹിന്റെ ഹദീസും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണം. പക്ഷെ അതിന്റെ അടിയിൽ സമതിയത്ത് എന്താണെന്നൊന്ന് വിശദീകരിക്കേണ്ടത് എനിക്കിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതുപരിഭാഷ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമതിയത്ത് ഇന്നോ നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കും.